ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ ആക്ച്വലി ഒരു ഫേസ് പാക്ക്, അത് നല്ല ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ട് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണ് ഇന്ന് നമ്മുടെ വീഡിയോ. ഫേസ് പാക്കോ ഫേസ് മാസ്കോ എന്താണെങ്കിലും പറയാം. അത് വേറെ ഒന്നുമല്ല, അവക്കാഡോ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേസ് മാസ്ക് ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി കത്തി വെച്ച് ആരെയും പുറപ്പെടുപ്പിക്കുന്നില്ല. നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മറക്കണ്ട. ഓക്കെ, അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം. എൻ്റെ കുപ്പികളെല്ലാം കിളിയിലാന്ന് വെച്ചേക്കുന്നുണ്ട്, അത് വീഡിയോയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുമെന്ന് അറിയില്ല. എന്തായാലും ഊരാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പം അവക്കാഡോയെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ഒരുപാട് പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ നല്ല ഫാറ്റ്, ഹെൽത്തി ഫാറ്റ് ഒക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ എന്ന് പറയുന്നത്. പിന്നെ സ്കിന്നിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവക്കാഡോയിൽ അവക്കാഡോ കഴിക്കുന്നതും മുഖത്ത് അപ്ലൈ ചെയ്യുന്നതും ആൻറ്റി ഏജിങ്ങിനും അതുപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും ഹെൽത്തി സ്കിൻ ആവാനും ആൻറ്റി ഏജിങ്ങിനും വളരെ നല്ലതാണ്. പിന്നെ വേറൊരു പ്രത്യേകത എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും മുഖത്ത് ഒന്നും പേടിക്കാതെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടുകളാണ്. അത് നിങ്ങൾ ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, സെൻസിറ്റീവ് സ്കിൻ ആയിക്കോട്ടെ, കോമ്പിനേഷൻ സ്കിൻ ആയിക്കോട്ടെ, എന്ത് സ്കിൻ ടൈപ്പിനും എല്ലാ സ്കിൻ ടൈപ്സിനും വളരെ നമുക്ക് വിശ്വസിച്ച് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ്. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു പാക്കിന് 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് വീട്ടിൽ എപ്പോഴും കിട്ടുന്ന 3 സാധനങ്ങളാണ്. ഈ അവക്കാഡോ ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പലയിടത്തും പറയും. എന്തായാലും നമുക്ക് ഈ ഒരു പാക്കിന് ഉണ്ടാക്കിയെടുക്കാം. ഈ നന്നായിട്ട് അവക്കാഡോയുടെ പൾപ്പ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇത് നന്ന ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 1 സ്പൂൺ തൈരാണ് കേട്ടോ. നല്ല കട്ട തൈരാണ്. തൈരാണെങ്കിൽ അറിയാലോ, ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ, അതുപോലെ നന്നായിട്ട് മുഖം നന്നായിട്ട് നല്ലൊരു ഫ്രഷ്നെസ് തരാനും മുഖത്തൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് തൈരെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ഡ്രോപ്സ് മാത്രം മതി. നല്ല പ്യുവറായിട്ടുള്ള ഹണി. ഇത് അങ്ങോട്ട് മുഖത്ത് വെച്ച് ഒരു 10-15 മിനിറ്റ്സ് കഴിയുമ്പോൾ കഴുകിക്കളയുമ്പോണ്ടല്ലോ, എൻ്റെ സാറേ ചുറ്റിനൊന്നും കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക. ചെറിയ ചൂടുവെള്ളത്തിൽ മുഖം വാഷ് ചെയ്യണം. അപ്പം ഞാനൊന്ന് മുഖം വാഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. മുഖം വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മുഖം നന്നായിട്ട് തുടയ്ക്കണം. കാര്യം ഇത് നല്ല ലൂസ് ആയിട്ടുള്ള ഒരു പാക്കാണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുഖം നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കിയിട്ട് വരാം. ഫേസൊക്കെ നന്നായിട്ട് കഴുകി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ചൂടുവെള്ളത്തിൽ മുഖം കഴുകണമെന്ന് പറഞ്ഞു, ചൂടുവെള്ളം എന്നാണ് പറഞ്ഞു കേട്ടോ. അത് നിങ്ങളൊന്നെങ്കിൽ ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക, അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഒരു നല്ല ഒരു ടവലൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട് മുഖത്ത് നന്നായിട്ടൊന്ന് ഒന്ന് അപ്ലൈ ചെയ്താലും മതി. അല്ലാതെ ഞാൻ ചൂടുവെള്ളത്തിൽ മുഖം കഴുകാൻ പറഞ്ഞാൽ ആരും പോയി തിളച്ച വെള്ളത്തിൽ ഒന്നും മുഖം വെച്ചേക്കരുത്. ജസ്റ്റ് നമ്മുടെ പോസൊക്കെ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിത് ഫേസ് പാക്ക് ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ആയി. പിന്നെ ഞാൻ പറയുന്നത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു പാക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ വലിയൊരു വലിവും ഒട്ടിപ്പിടുത്തമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ എന്തായാലും ഒരു 15 മിനിറ്റ്സോളം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒന്നോടെ ഒരു കോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനി എന്തായാലും ഫേസ് ഒന്ന് കഴുകി നമുക്ക് ആ ഒരു ഡിഫറൻസ് ഒന്നറിയാം. ഇപ്പം ചെറുതായിട്ട് ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്കിങ്ങനെ വലിയുന്നുണ്ട് സ്കിന്ന്. അപ്പോൾ ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. ഞാൻ ഫേസ് കഴുകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ, ഭയങ്കര നല്ലൊരു അടിപൊളി ബ്രൈറ്റ്നെസ്സും ഭയങ്കര സോഫ്റ്റ് മോയ്സ്റ്റ്. എനിക്ക് പറയാൻ അറിയത്തില്ല, അടിപൊളി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടൊന്നുമില്ല. ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു പാക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു വീക്ക്ലി ട്വൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല വളരെ നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവക്കാഡോ എന്ന് പറയുന്നത് കഴിക്കുന്നത് നല്ലതാണ്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്രൂട്ടാണ് നാട്ടിലൊക്കെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഇത് ഞാൻ എപ്പോഴും നിങ്ങൾ ട്രൈ ചെയ്യണം എന്നൊന്നും പറയത്തില്ല, പക്ഷെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും, കോമൻറ്റ് ചെയ്യാനും, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.